ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു വർഷം മുന്നേ ഒരു ബീട്രൂട്ട് ബാത്തിങ് പൗഡർ ഇട്ടിരുന്നു. ഏകദേശം 1.7 മില്യൺ ആൾക്കാരോളം അത് കാണുകയും അതിൽ കണ്ടവരിൽ ഒരു 95% ആളുകൾക്കും ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിച്ച ഒരു വൈറൽ ബാത്തിങ് പൗഡർ ആയിരുന്നു അത്. അപ്പോൾ അതിനിപ്പോഴും ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് കേട് വന്ന് പോകുന്നുണ്ട് പുറത്ത് വെക്കുമ്പോൾ എന്നുള്ളത്. അപ്പോൾ അത് കേട് കൂടാൻ കുറേ കാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് തയ്യാറാക്കേണ്ടത് എന്നുള്ളതും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും അതെങ്ങനെ യൂസ് ചെയ്താലാണ് റിസൾട്ട് കിട്ടുക എന്നുള്ളതുമായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ബീട്രൂട്ട് ബാത്തിങ് പൗഡർ നമ്മൾ എങ്ങനെയായിരുന്നു ഉണ്ടാക്കിയത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആ വീഡിയോ, അതായത് ബാത്തിങ് പൗഡർ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നും അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും പിന്നെ വന്നിരിക്കുന്ന എല്ലാ ഡൗട്ട്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം നമുക്ക് ബീട്രൂട്ട് ബാത്തിങ് പൗഡർ തയ്യാറാക്കാൻ വേണ്ടിയിരുന്നത് 2 ബീട്രൂട്ട്, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു മാസത്തിനല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബീട്രൂട്ടും നിങ്ങൾ എടുക്കണം കേട്ടോ. ഇപ്പം ഞാനീ എടുത്തിരിക്കുന്നത് എനിക്ക് വെറും 15 ദിവസം, ഏകദേശം ഒരു 2 ആഴ്ച യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബീട്രൂട്ട് ബാത്തിങ് പൗഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒട്ടും കേട് കൂടാണ്ട് തന്നെ മുഴുവനായിട്ട് ഉപയോഗിക്കാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു പൗഡറിന് പൂപ്പൽ വരുന്നത്. അപ്പോൾ പൂപ്പൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിതിൽ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ബീട്രൂട്ട് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾ ഒഴിക്കാൻ പാടില്ല. ബീട്രൂട്ടിൻ്റെ വെള്ളത്തിൽ നിന്ന് തന്നെ അത് അടിഞ്ഞ് കിട്ടണം. ഇനി നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചേ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ തന്നെ ഇത് നമ്മൾ വറ്റിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു വെള്ളവും കൂടി വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം പിടിക്കും. അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളമില്ലാണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഈ 2 ബീട്രൂട്ടും ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒട്ടും വെള്ളമില്ലാണ്ട് നന്നായി പേസ്റ്റാക്കി എടുക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എത്ര വയസ്സ് മുതൽ, അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്, എത്ര വയസ്സ് മുതൽ? 10 വയസ്സിൻ്റെ മേലെയുള്ള ആർക്കും ഈ ഒരു ബീട്രൂട്ട് ബാത്തിങ് പൗഡർ യൂസ് ചെയ്യുക കേട്ടോ. 10 വയസ്സിൻ്റെ മേലെയുള്ള ആർക്കും. അപ്പോൾ ഇത് ഞാൻ നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതേപോലെ നിങ്ങൾ ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്ററിൽ ബീട്രൂട്ട് നല്ലോണം ചിരകി എടുത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ. അപ്പോൾ ആ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊന്നും ഉണ്ടാവരുത്, വെറും നീര് മാത്രം നിങ്ങൾ എടുക്കുക. അപ്പോൾ നീര് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്താൽ, ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ നീര് എന്ന് പറയുന്നേരം ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു 15 ദിവസത്തിനെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഒന്നെങ്കിൽ ഇതേപോലെയുള്ള അരിപ്പയിൽ വെച്ചിട്ട് നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇത്രയാണ് കിട്ടിയത്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാന് ചൂടാക്കുക. പാന് ചൂടാക്കിയതിന് ശേഷം, പുതിയ പാനൊന്നും എടുക്കണമെന്നില്ല, പഴയ പാൻ എടുത്താൽ മതി. പാൻ ഇന്ന് ചൂടായി വരുന്ന സമയത്ത് ആ പാനിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. നല്ല ഡ്രൈ ആയിട്ടുള്ള പാൻ ആയിരിക്കണം. ഓയിലോ വെള്ളമോ ഒന്നും ഉണ്ടാവരുത്. ഡ്രൈ ആയിട്ടുള്ള പാൻ എടുക്കുക. അതിലേക്ക് നിങ്ങൾ ഈ ഒരു ബീട്രൂട്ട് ജ്യൂസ് വയ്ക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പൂപ്പലും ഇല്ലാണ്ട് നിങ്ങൾക്കത് തീരുന്നത് വരെ യൂസ് ചെയ്യാൻ പറ്റും. ഉണ്ടാക്കി വെച്ചത് തീരുന്നത് വരെ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാന്നാണെങ്കിൽ വീണ്ടും പഴയ പോലെ തന്നെ പൂപ്പൽ കിട്ടും. അപ്പോൾ ഇതിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് ഈ ബീട്രൂട്ടിൻ്റെ നീര് നിങ്ങൾ നന്നായി കുറുക്കിയെടുക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും മിസ്റ്റേക്ക് പറ്റുന്ന ഒരു സ്റ്റെപ്പ് ഇവിടെയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ മടി കാണിക്കും. അതായത് നിങ്ങൾ അധികം വറ്റിക്കാണ്ട് ബീട്രൂട്ടിൻ്റെ നീര് തേച്ചും വറ്റിപ്പോയോ എന്നുള്ള ഡൗട്ടിൽ അതങ്ങ് ഓഫ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് അതിൽ തന്നെ ഉണ്ടായിട്ടാണ് നിങ്ങൾക്ക് പൂപ്പ് പിടിക്കാൻ ഏറ്റവും കൂടുതൽ പൂപ്പൽ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ടിപ്പ് എന്ന് വെച്ചാൽ, നമ്മളിതിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് പാനിൽ നിന്ന് വിട്ട് വരും ചെയ്യും. ഇപ്പോൾ ഞാൻ ഏകദേശം പറയുകയാണ്, ഇപ്പോൾ ഒരു 2 ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് നമുക്ക് കിട്ടിയതെങ്കിൽ 3/4 ഗ്ലാസ്സിലും കുറവ് മാത്രമേ നമുക്കിത് വറ്റിച്ചെടുത്താൽ ഉണ്ടാവും. വളരെ കുറവ് മാത്രമേ ഉണ്ടാവൂ. അത് മാത്രമല്ല, ഇത് നല്ല കുറുകി നല്ല കട്ടിയായിട്ട് വരും. നമ്മൾ ഒരു വെള്ളം പോലെയുള്ള ജ്യൂസിനാ ഇതൊരു കട്ടിക്ക് വരും. പാനിൽ നിന്ന് വിട്ട് വരുന്ന രൂപത്തിൽ കട്ടിക്ക് വരും. ആ ഒരു പരുവത്തിൽ മാത്രമേ നിങ്ങൾ ഇത് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ബീട്രൂട്ട് നേരം വറ്റിപ്പോയി എന്ന് വിചാരിക്കരുത്. അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് പോകുന്നതാണത്.
ഇനി അടുത്തത് നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് അരിപ്പൊടി യൂസ് ചെയ്യുമ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് ഓഫ് ചെയ്തിരിക്കണം. ഉറപ്പായിട്ട് ഇത് ഓഫ് ചെയ്തിരിക്കണം. ഓഫ് ചെയ്തതിന് ശേഷമാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. വറുത്ത പൊടിയാണോ വറുക്കാത്ത പൊടിയാണോ അത് ഒരുപാട് പേർക്ക് ഡൗട്ടാണ്. പച്ചരിപ്പൊടി വറുക്കാത്തതുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. ഇനി വറുത്തതാ ഉള്ളതെങ്കിൽ അത് കുഴപ്പമില്ല. പുട്ടിൻ്റെ പൊടി എടുക്കരുത്. അപ്പോൾ ഇത് പത്തിരിപ്പൊടിയാണ് കേട്ടോ. ഇത് ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഒരുമിച്ച് പൊടി ഇട്ട് കൊടുത്താൽ ഇത് കട്ട പിടിക്കും. അടുത്ത നിങ്ങളുടെ ഡൗട്ട് അതായിരുന്നു, എന്തുകൊണ്ടാണ് കട്ട പിടിക്കുന്നത്? കട്ട പിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ജ്യൂസിനേക്കാളും കുറവ് പൊടി ഇട്ടിട്ട് നിങ്ങളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കട്ട പിടിക്കും. നമ്മുടെ ജ്യൂസ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് നിങ്ങൾ ഇതേപോലെ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കട്ട പിടിക്കില്ല. ഇനി അഥവാ കട്ട പിടിക്കുക എന്നാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട്, മിക്സിയുടെ ജാറ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടാവരുത്. ഫുള്ള് കംപ്ലീറ്റ് തുടച്ചിട്ട് എടുക്കാവും. ഇപ്പം ഞാൻ എൻ്റെ കഴുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ തീയെല്ലാം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അരിപ്പൊടി ഇടേണ്ടത്. തീ ഓഫ് ചെയ്തിട്ടാണ് അരിപ്പൊടി ഇടേണ്ടത്. അരിപ്പൊടി ഇടുമ്പോൾ കുറച്ച് ഇട്ടിട്ട് നമ്മൾ പിന്നെ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരിക്കലും കട്ട കെട്ടി പോവില്ല. നമ്മൾ എന്താ പറയുക, പുട്ടിന് പൊടി കുഴക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാക്കൂലേ, അതേപോലെ നമ്മൾ ഈ ബീട്രൂട്ട് ജ്യൂസിലേക്ക് അതിനനുസരിച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കണം. ഒരുപാട് കൂടി പോകാനും പാടില്ല, ഒട്ടും കുറഞ്ഞു പോകാനും പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ നമുക്കതിനനുസരിച്ച് മനസ്സിലാവും. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒട്ടും തന്നെ കട്ടിയൊന്നും കെട്ടിയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് ബാത്തിങ് പൗഡർ ഞാനിപ്പോൾ ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറേ ദിവസത്തേക്ക് വെക്കുന്നവർ ഉറപ്പായിട്ട് നിങ്ങൾ ഗ്ലാസ് ബോട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതേപോലെ ബോട്ടിൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ ആ പാത്രത്തിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ഇതിലേക്ക് കൊണ്ടുപോയി ഇടരുത്. അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂറെങ്കിലും പാത്രത്തിൽ നിന്ന് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങളൊന്ന് നല്ലോണം വിരിച്ച് അതിലേക്ക് പൊടിയിട്ട് നന്നായി ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ബോട്ടിൽ ഇടാൻ പാടുള്ളൂ. ഇല്ലയെന്നാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു ചൂടെങ്കിലും മതി. ബോട്ടിൽ നമ്മൾ ഇട്ട് വെച്ചിട്ട് അടച്ച് വെക്കുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ആവി അതിലേക്ക് കയറിയിട്ടും പൂപ്പൽ കെട്ടിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ തയ്യാറാക്കി വെച്ച ബീട്രൂട്ട് ബാത്തിങ് പൗഡർ ഒരു പേപ്പറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 4-5 മണിക്കൂർ നിങ്ങളത് ഫാനിൻ്റെ തായോ അല്ലെങ്കിൽ വെയിലത്തോ വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരിക്കലും നിങ്ങൾ വെള്ളമുള്ള ഒരു സാധനം ഉപയോഗിച്ചിട്ട് അതെടുക്കാനും പാടില്ല. എല്ലാം ഡ്രൈ ആയിട്ടുള്ള സ്പൂണ്, പാത്രം എല്ലാം ഉപയോഗിക്കുക. പിന്നെ നിങ്ങളിത് അടച്ച് വെച്ച് അതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എപ്പോഴും സ്പൂണ് തുടച്ച് ഡ്രൈ ആയിട്ടുള്ളത് മാത്രം ഉപയോഗിക്കുക. ഇതെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രയാണോ ബാത്തിങ് പൗഡർ ഉണ്ടാക്കി വെച്ചത് എന്ന് വെച്ചാൽ അത് അത്രയും ദിവസം തീരുന്നത് വരെ നിങ്ങൾക്ക് പൂപ്പലൊന്നും ഇല്ലാണ്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇത് പുറത്ത് തന്നെ ഒരാഴ്ചയോളം ഒരു കേടും കൂടാണ്ട് നിൽക്കും. ഇനി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ഉണ്ടാക്കി വെച്ച സാധനം ഡയറക്റ്റ് ചൂടോട് കൂടിയിട്ടുള്ള ബോട്ടിൽ ഇടുന്നത് കൊണ്ടും അതേപോലെ ബീട്രൂട്ടിലുള്ള വാട്ടർ കണ്ടൻറ്റ് ശരിക്ക് പറ്റാത്തത് കൊണ്ടാണ് മെയിനായിട്ട് ഇതിൽ പൂപ്പൽ വരുന്നത്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് എല്ലാം സക്സസ് ആയിരിക്കും. അപ്പോൾ ഇനി അടുത്തത് ഇത് നമ്മൾ ബോഡിയിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ബോഡിയിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഡ്രൈ ആയിട്ടുള്ളൊരു സ്പൂണിൽ നിന്ന് വേറൊരു ഇതിലേക്ക് എടുക്കുക. എടുത്തിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബോഡി കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് മിനിമം 10 മിനിറ്റെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് കുളിക്കാം. ഇനി നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തൈര്, പാല്, റോസ് വാട്ടർ, അലോവേര ജെൽ ഇതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ഓരോ സ്കിൻ ടൈപ്പിനും മാറിയിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കി പൊടിച്ച നല്ല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്, പാക്കറ്റിലുള്ള യൂസ് ചെയ്യരുത്. കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിടാം. പിന്നെ ഈ തൈര് അല്ലെങ്കിൽ പാല് ഡ്രൈ സ്കിന്നുള്ളവർക്കാണ് ഏറ്റവും നല്ലത്. നോർമൽ സ്കിന്നുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. തൈരോ പാലോ റോസ് വാട്ടറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. ഇനി പിന്നെ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ അവർ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. ഫേസിൽ ഈ ഒരു സാധനം പാക്കായിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യുക. ഇനി നിങ്ങൾ കുളിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസിൽ നിങ്ങൾ സാധാരണ വെള്ളത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. പക്ഷേ ഒരു പാക്കായിട്ട് ഫേസിന് നല്ല കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്തും ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാലോ തൈരോ ഇങ്ങനെയുള്ള റോസ് വാട്ടറോ ഉപയോഗിച്ച് ഫേസിൽ വെച്ച് ഒരു 10 മിനിറ്റ് വെച്ച് കഴുകുക എന്നാണെങ്കിൽ ഫേസിന് നല്ല ഗ്ലോ കിട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഫേസിൽ നിങ്ങൾ വീക്കിലി 2 ടൈംസ് ഇതേപോലെ ചെയ്താൽ മതി. അതായത് പാലോ തൈരോ എല്ലാം ഉപയോഗിച്ചിട്ട്
എല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് കുളിക്കുന്ന സമയത്ത് വെള്ളം ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഡ്രൈ സ്കിന്ന്, ഓയിലി സ്കിന്ന്, നോർമൽ സ്കിന്ന് ആരെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ബോഡിയിൽ എല്ലാവരും വെള്ളത്തിൽ ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. 10 മിനിറ്റ് എങ്കിലും മിനിമം വെച്ചാൽ മതി, എന്നിട്ട് കഴുകുക. പിന്നെ സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ, അത് അടുത്തൊരു ഡൗട്ടാണ് എല്ലാവരുടെയും. അപ്പോൾ സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു ബാത്തിങ് പൗഡർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു ബാത്തിങ് പൗഡർ ഉപയോഗിച്ച് 10 മിനിറ്റ് വെച്ച് വെള്ളത്തിലൊന്ന് കഴുകിക്കളയുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് മസാജ് കൊടുത്തിട്ട് അത് നന്നായി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. നന്നായി ഡ്രൈ ആയതിന് ശേഷം സാധാരണ വെള്ളത്തിൽ അതങ്ങ് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഫേസിലിടുന്ന നേരം വെള്ളം ഉപയോഗിക്കുക അല്ല, ഇതൊരു പാക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യാം. അപ്പം ഞാനിത് ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഡ്രൈ ആയ ഈ ഒരു പാക്ക് സാധാരണ വെള്ളത്തിൽ കൈക്കളിയാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മളെ മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. പിന്നെ മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആ ബാത്തിങ് പൗഡർ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ബീട്രൂട്ടിൻ്റെ കൂടെ നമ്മൾ ആ ഒരു ജ്യൂസിൻ്റെ കൂടെ അരിപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിക്കല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞളോ ഉണക്കി പൊടിച്ച മഞ്ഞൾ പൊടിയോ അതിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ മഞ്ഞൾ ഈ ആണുങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് അവർ അത് സ്കിപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിക്കാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആ ഒരു ബാത്തിങ് പൗഡറിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരുപാട് ഡൗട്ട്സ്. അപ്പോൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഞാൻ റിപ്ലൈ കൊടുത്തിട്ടും സെയിം ഡൗട്ട് തന്നെ ചോദിച്ചിരുന്നു ഒരുപാട് പേര്. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടി നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഉപയോഗിച്ച എന്താ പറയുക, ഒരു 98% വേണമെങ്കിൽ പറയാം എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രോബ്ലം ഇത് പൂപ്പൽ കെട്ടിപ്പോകുന്നതെന്നുള്ള പൂപ്പൽ കെട്ടിപ്പോകുന്നതിൻ്റെ എല്ലാ റീസൺസും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച പൗഡർ മുഴുവനും നിങ്ങൾക്ക് പൂപ്പലൊന്നും കെട്ടാണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പുറത്ത് തന്നെ, ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് പുറത്ത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് ഉള്ളത്. മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും നിറം വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മാസം കൊണ്ട് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ല നിറം